ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ട് വന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് കൊച്ചിയിലോട്ട് പോവാണ്. സോ കൊച്ചിയിലേക്ക് പോകുമ്പോൾ എക്സൈറ്റഡ് ആണോ ചോദിച്ചാൽ എക്സൈറ്റഡ് ആണ്. പക്ഷേ ഭയങ്കര ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് എക്സൈറ്റ്മെൻറ്റും ഇല്ല. പിന്നെ ഇതായിരുന്നു മലപ്പുറത്ത് ഞങ്ങൾ 2 വർഷം താമസിച്ച വീട്. ഇപ്പോൾ അതിങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും അയൽക്കാരാണെങ്കിലും എല്ലാവരും അടിപൊളിയായിരുന്നു. കാരണം ഞാൻ കോഴിക്കോട്ടുകാരിയാണ്, ഞാൻ ഇതുവരെ മലപ്പുറത്ത് നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് മലപ്പുറത്തെ ആൾക്കാർ എന്തോരം നല്ല ആൾക്കാരാണ്, ഞാൻ ലൈഫിൽ മറക്കൂല. നല്ല നാട്ടുകാർ, നല്ല ആൾക്കാരാണ്, എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. സോ ഈ വീടിനോട് വീട് പറയുമ്പോൾ എനിക്ക് സത്യം പറയാൻ നല്ല വിഷമമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ഞാനായിരുന്നു വീട്ടിൽ, വിശാഖിനേക്കാളും. ഇതൊക്കെ ഞങ്ങളുടെ സാധനമാണ്. ഇതൊക്കെ ഇനി 2 വീക്സ് കഴിഞ്ഞിട്ട് വന്ന് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാ സാധനവും ഇവിടെ വെച്ചതാണ്. അപ്പം ഇവിടുന്ന് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് ഫ്ലാറ്റൊക്കെ നോക്കണം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണണം. അപ്പം നമുക്ക് ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാം. വാ, ലൈറ്റൊക്കെ ഓഫാക്കട്ടെ. എൻ്റെ ബാഗ് എടുത്ത് ബൈ ബൈ, ടാറ്റാ. വിശാഖ അവിടെ കാറിൽ വെയിറ്റ് ചെയ്യാം. എൻ്റെ കിച്ചൺ മിസ് യു. പോവാം. അങ്ങനെ ഞങ്ങൾ പോവാ. വിഷമമുണ്ടോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. വിശാഖ് ഇനി എങ്ങോട്ടാ പോണേ? കൊച്ചി പോവേ ഞങ്ങൾ. അപ്പം കൊച്ചിയിലെ വിശേഷങ്ങളായിട്ട് ഇനി കാണാം കേട്ടോ. ടാറ്റാ. സോ ഞങ്ങൾ വന്ന വഴി ഇതേനു, വീട്ടിലേക്കില്ല. ആദ്യമായിട്ട് വീട് നോക്കാൻ വന്നപ്പോൾ വന്ന വഴിയാണ്. ഇപ്പോൾ തിരിച്ചു പോണതും സെയിം വഴി. നല്ല നാടേനു കേട്ടോ, അടിപൊളി നാടേനു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വന്നിട്ട് സാധനമൊക്കെ മേടിക്കല്. ചേട്ടാ ബൈ ബൈ. ഈ ഉണ്ണിച്ചേട്ടനെ കാണാനായിരുന്നു. നല്ല നാടാട്ടോ വാടി. ഈ വഴി കേട്ടോ ഞാൻ നടന്നു പോകില്ല, ഞാൻ ഡെയിലി നടക്കാൻ വരുന്ന ഈ വഴിയാണ്. വിശാഖ് വരില്ലേ, ഞാൻ മാത്രം. എൻ്റെ മോർണിംഗ് വാക്കാണ് ഇവിടെ. ഞങ്ങൾ അങ്ങാടി കാണിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങാടിയിലെ നാട്ടുകാർ അടിപൊളിയാണ്. ഞങ്ങൾ അങ്ങാടിയേനു ഇത്, ഞങ്ങൾ മുസ്ലിയാരങ്ങാടി. തമ്മിൽ പിണങ്ങി പോകല്ലേ. വിശാഖ് കരയുന്നുണ്ട് ഗോയ്സ്. ഞങ്ങള് സ്മാർട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പോയി. പിന്നെ ഇവിടുന്ന് എനിക്ക് പോകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ ഇവിടുന്ന് ഡ്രൈവിംഗ് പഠിച്ചത്. അല്ലേ ഞാൻ ഇവിടുന്നല്ലേ ഡ്രൈവിംഗ് പഠിച്ചത്. നമ്മൾ ഓട്ടിക്കും, നമ്മൾ എറണാകുളം പോയി കഴിഞ്ഞാൽ ഓട്ടിക്കും അല്ലേ. അമ്മേ നാരായണ, ദേവി നാരായണ. ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ യാത്ര തുടങ്ങണം. ദേവി ഞങ്ങൾക്ക് പ്രസാദം തന്നു അല്ലേ, നീ കഴിക്കണം. താങ്ക് യു ദൈവമേ എല്ലാത്തിനും. 3 hours later. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കൊച്ചിയിലെത്തി. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ എടുത്തൊരു വിഷ്വലാണത്. ഞങ്ങൾ ഫ്ലാറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊക്കെ. The next day. യെസ്, അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടി. ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ കീയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഹായ്, അങ്ങനെ പാല് കാച്ചാണ്. പാല് കാച്ച് ഫ്ലാറ്റ് കിട്ടി. പാല് കാച്ചുന്നു. ഹോം ടൂറൊക്കെ പിന്നെ കാണിക്കേ. കുറച്ചിങ്ങനെ വീഴണോ അല്ലേ? വീഴണോ? വീഴ്ത്തണോ? അങ്ങനെ നിങ്ങൾ ബാക്ക് ടു കൊച്ചി വന്നിട്ട് ആദ്യത്തെ മോർണിംഗ് വാക്കാണ്. ടാറ്റാ ടാറ്റാ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റൊക്കെ റെഡിയായി വരുന്നുണ്ട്. സോ എന്തായാലും ഈ മാസത്തെ കൊണ്ട് റെഡി ആവൂലേ മൊത്തത്തിൽ. ഈ മാസം അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീക്ക് 2 വീക്സിനുള്ളിൽ ഞങ്ങൾ ഫ്ലാറ്റ് മൊത്തം റെഡിയാവും. സോ ഇപ്പോൾ ഞങ്ങൾ സ്ഥലം വരെ പോവാണ്. പോകുമ്പോൾ ഇവിടെ കൊച്ചി നല്ല മഴയാണ്. കാണിച്ചട്ടെ. വാവ്, സൂപ്പറാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആക്ച്വലി മലപ്പുറത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നിട്ട് ഒരു 1.5-2 മാസത്തോളമായി. പിന്നെ മൊത്തത്തിലൊന്ന് സെറ്റിലാവാൻ കുറച്ച് സമയം എടുത്തു. അതാണ് പിന്നെ ഞാൻ വ്ളോഗൊന്നും ഇടാത്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ മൊത്തത്തിലൊന്ന് സെറ്റിലായി ചോദിച്ചാൽ സെറ്റിലായി. എന്നാലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ കുറച്ച് അപാധകളുണ്ട്, എന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഇന്ന് ഹോം ടൂർ ചെയ്താലും ഞാൻ വിചാരിക്കുകയാണ്. സോ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ഹോം ടൂർ വ്ളോഗ്. പിന്നെ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഫ്ലാറ്റിലാണെന്ന് അറിയാമല്ലോ. അപ്പം ഇങ്ങനെ
എനിക്ക് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ വോയിസിൽ വർത്തമാനം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ബാൽക്കണി വന്നിട്ട് വർത്തമാനം പറയുന്നത്. നമ്മളിപ്പോൾ കൊച്ചിയിൽ കലൂരാണ് നിൽക്കുന്നത്. നമ്മുടെ ഫ്ലാറ്റ് കലൂരാണുള്ളത്. ഇവിടെ സത്യം പറഞ്ഞാൽ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി എന്തായാലും നമുക്ക് ഫ്ലാറ്റിൻ്റെ ഹോം ടൂർ കാണാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എല്ലാവരും വീട്ടിലുള്ള പോലെ തന്നെ ഒരു ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാക്സിമം ഇവിടെ അടിപൊളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, വാ നമുക്ക് ഹോം ടൂർ ട്യൂസ്ഡേ നമ്മുടെ ഫ്ലാറ്റ്. നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം, അല്ലേ? ഫ്ലാറ്റിലേക്ക് കയറാം. യെസ്, കയറി വന്നാൽ തന്നെ വലിയൊരു ഹാളാണ്. അവിടെ കിച്ചണും ഡൈനിങ് ഏരിയ ആണ്. ഈ സൈഡിൽ 2 ബെഡ്റൂംസ് ഉണ്ട്. സോ നമുക്ക് ഏത് സൈഡ് ഫസ്റ്റ് പോകണം? നമുക്ക് ബെഡ്റൂം സൈഡ് പോകാം, കാരണം കുറച്ച് അങ്ങോട്ട് നടക്കാൻ കിച്ചണിലേക്ക്. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലിവിങ് ഏരിയ ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ മലപ്പുറമുള്ള അതേ സോഫ തന്നെ ഇവിടെ ഇട്ടു, ടേബിൾ ഇട്ടു. ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. എനിക്കൊന്ന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ സോഫയിലാണ്. നമ്മുടെ സോഫ എന്തായാലും നല്ല ഒതുങ്ങി നല്ല കുട്ടപ്പനായി ഇവിടെ ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല ഹാള്. പിന്നെ ഹാൾ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുഖം, നന്നായിട്ട് ഓടി കളിക്കാം. ഈ സൈഡാണ് ബെഡ്റൂം. സോ നമുക്ക് ഫസ്റ്റ് ആരെ ബെഡ്റൂം പോകണം? ഞങ്ങളുടെ ബെഡ്റൂം പോവാം. സോ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. പ്രത്യേകിച്ച് ഒന്നിട്ടില്ല, ഒരു വാർഡ്രോപ്പ് ഉണ്ട്, പിന്നെ കട്ടിലുണ്ട്, വാഷ്റൂം ഉണ്ട്, ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വേറെ ഒന്നുമല്ല, കേർട്ടൻ 2 കളറാണ്. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ടെന്ന് പറയുന്നതാണ്, അതൊന്ന് മാറ്റണം. പിന്നെ ഞാൻ നേരത്തെ ഒരു ഇൻട്രോ എടുത്തില്ലേനോ, അത് ആക്ച്വലി എൻ്റെ റൂമിലെ ബാൽക്കണിയിൽ നിന്നാണ്. ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്, ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാം. നല്ല കാറ്റും വെളിച്ചവും, ആകാശമൊക്കെ നോക്ക്, നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല കാറ്റും വെളിച്ചമുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഒന്നും ഫാനും ലൈറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഈ കേർട്ടനൊക്കെ മാറ്റിയാൽ മതി. അപ്പം ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. എനിക്ക് തോന്നുന്നത് ഈ ഫ്ലാറ്റിൽ ഏറ്റവും വലിയ ബെഡ്റൂം ഞങ്ങളുടെ ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം. അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിൽ അധികം നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറില്ല. കൂടുതൽ ഇരിക്കുന്നത് ഹാളിലാണ്, കാരണം അതാ കുറച്ചും കൂടി സുഖം. ഇവിടെ ഞങ്ങൾ കിടക്കാൻ മാത്രമേ വരുള്ളൂ, എന്നാലും കുഴപ്പമില്ല, നല്ല സ്പേസുള്ള അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയ റൈറ്റ് സൈഡിൽ സെക്കൻഡ് ബെഡ്റൂം കാണാം. സെക്കൻഡ് ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് ഈ ബെഡ്റൂമിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. വലിയ വാർഡ്രോപ്പാണ്, അതുകൊണ്ട് തന്നെ എല്ലാ സാധനവും ഒതുങ്ങിപ്പോയിക്കണം. അത്യാവശ്യം അവിടുന്ന് എല്ലാം നമ്മളെ ബെഡ്ഷീറ്റ്, കുറേ എത്നിക്കൽ ഡ്രസ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒതുങ്ങിപ്പോയിട്ട്. പിന്നെ എൻ്റെ ചെരുപ്പ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ റൂം അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഗസ്റ്റ് വരികയാണെങ്കിൽ ഞങ്ങളിവിടെ ബെഡിട്ട് അവരിവിടെ കിടത്തും, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ കോക്ക ഇരിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ട്രൈപോഡ്, അങ്ങനെ കുറച്ച് പെട്ടിയൊക്കെ മുകളിലേക്ക് കയറ്റാനുള്ള പെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. സോ ഇവിടെയും നല്ലൊരു വ്യൂ ഉണ്ട്. ഈ ജനലും തുറന്ന് നല്ല കാറ്റും വെളിച്ചം കിട്ടും. പിന്നെ ഇപ്പോൾ തുറക്കാത്തത് വേറെ ഒന്നുമില്ല, കൊതുക് വരും. ഓക്കെ, ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. സോ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നു പോയാൽ ഇവിടെ ഞങ്ങളുടെ റൂം, ദെൻ ഇവിടെ നമ്മുടെ ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഹാള്, നമ്മുടെ ഡൈനിങ് ഏരിയ അത് വരും. സോഫ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കൂടുതൽ ടൈം ഇവിടെ ഇരിക്കൽ. ഞാനവിടെ ഇരിക്കും, വിശാഖ് ഇവിടെ ഇരിക്കും. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ബാത്റൂം ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, വൃത്തിയില്ലാണ്ടല്ല, നല്ല വൃത്തിയുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും വാഷ്റൂമിലുള്ള പോലെ തന്നെ. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഹാൻഡ് വാഷ്, നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. ദെൻ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ ഞങ്ങളൊരു ഫോട്ടോ വെച്ചു. പിന്നെ ഇവിടുന്ന് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബാൽക്കണിയാണ്, അത് ഞാൻ ലാസ്റ്റ് പോവാം. പിന്നെ ഇതാണ് ഞങ്ങളെ 3rd ബെഡ്റൂം. ആക്ച്വലി ഈ ബെഡ്റൂം അങ്ങനെ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കണമെന്നില്ല, മെയിൻലി യൂസ് ചെയ്യുക വേറെ ഒന്നുമല്ല, എൻ്റെ ക്ലോത്തൊക്കെ ഡ്രൈ ചെയ്യാനും അയൺ ചെയ്യാനൊക്കെയാണ്. ഞാൻ തുറന്ന് കാണിക്കാൻ മാത്രമൊന്നുമില്ല, എന്നാലും കാണിച്ചു തരാം. പിന്നെ അയൺ ചെയ്യാനും പിന്നെ എൻ്റെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആക്രി, അത്രേ. ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ബാൽക്കണി ഉള്ളത്. ബാൽക്കണിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇന്ന് ഇവിടെ പോവാം, കിച്ചണിൽ പോവാം. എനിക്ക് കിച്ചണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്കിവിടെ 2 കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഒന്ന് ഹാളും പിന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടത് കിച്ചണും. കാരണം ഭയങ്കര സ്പേസാണ്. എനിക്ക് ഈ ഫ്ലാഷിൽ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കിച്ചണാണ്, കാരണം ഭയങ്കര ഭംഗിയാണ്. നല്ല ഭംഗിയില്ലേ? ഞാൻ മാക്സിമം എല്ലാം ഒതുക്കിയിട്ടാണ് വെച്ചത്. ലൈറ്റ് ഇടാം, നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ എനിക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വുഡിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല, നല്ല ഇഷ്ടമാണ്. പിന്നെ നല്ല നാച്ചുറൽ കുക്കിങ്ങാണ്. ഇവിടെ നമുക്ക് ഡോറ് തുറന്നിട്ട് ഇങ്ങനെ തുറക്കണില്ല, ഡോറ് തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചവും മഴയും ഒക്കെ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചൺ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൂടെ ഒരു ഡോറുണ്ട്, ഇവിടെയും നല്ല കാറ്റും വെളിച്ചമുണ്ട്. സോ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരുന്ന ഫ്രണ്ട് വ്യൂ. അപ്പം എനിക്ക് ആര് വന്നു കഴിഞ്ഞാലും മനസ്സിലാവും ആരാ വരുന്നതെന്ന്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണോ, ഇങ്ങനെ വാഷിംഗ് മെഷീനും
മോപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ, പിന്നെ ഒരു സർവീസ് ഡോറാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി കിച്ചണാണ് നല്ല ഇഷ്ടം, കാരണം നല്ല രസമല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനും വ്ലോഗ് എടുക്കാനും ഭയങ്കര അടിപൊളി, കാരണം നല്ല വെളിച്ചം. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഞാൻ അതിൽ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണേ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ആക്ച്വലി 2 ബാൽക്കണി ഉണ്ട്. ഫസ്റ്റത്തെ ബാൽക്കണി ഞങ്ങളുടെ റൂമിലെ, സെക്കൻഡ് ബാൽക്കണി ഇവിടെ ഹാളിലാണ്. അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വാതിൽ തുറന്നിട്ടാൽ കുറേ കിളികളും കാറ്റും മഴയൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാം. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി, കുഞ്ഞു ക്യൂട്ട് ബാൽക്കണിയാണ്. പിന്നെ ഇത് ഞാൻ മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന എൻ്റെ കറിവേപ്പിലയാണ്, ഇപ്പം എത്ര വളർന്നു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരാളാണ് മത്തൻ എങ്ങനെയാണ് വളർന്നത് എനിക്കറിയില്ല. ഞാൻ ഇതിൽ പച്ചക്കറീൻ്റെ വെള്ളമൊക്കെ ഇത് വളരാൻ വേണ്ടി ഒഴിക്കുന്നതാണ്. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മത്തൻ ഉണ്ടായതായത്. ഇതിന് പടർന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് എനിക്കെന്നെ അറിയില്ല. പിന്നെ നെറ്റിട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. പിന്നെ ഇവിടെ നമുക്കൊരു തുളസി ചെടിയുണ്ട്. പിന്നെ ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയാൻ മേല, കാണിച്ചേ. ഇതിൽ പക്ഷെ നല്ലൊരു കണ്ടോ ലാവൻഡർ പൂക്കളുണ്ടാവും. സോ ഇതാണ് എൻ്റെ ബാൽക്കണി, ഇതാണ് എൻ്റെ ഹോം ടൂർ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഹോം ടൂർ. ആകെ 200 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എൻ്റെ വ്ളോഗ് കാണാറുള്ളൂ, ബാക്കി ആരും കാണില്ല. അപ്പോൾ കാണുന്നവർ കാണട്ടെ, ബാക്കി ആരും കാണണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞാൻ പിന്നെ വരാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ ഉമ്മാ.